ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 17,504 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,535 വരെ ഹൈ പോയി, തുടർന്ന് 17,222.2 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. നിഫ്റ്റിയിൽ നിന്ന് ആകെപ്പാടെ 3 സ്റ്റോക്കുകളായിരുന്നു പോസിറ്റീവിൽ നിന്നത്: TCS, ഇൻഫോസിസ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്. ബാക്കി 47 സ്റ്റോക്കുകളും ഇന്ന് ഡിക്ലൈനിലായിരുന്നു പോയിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വേ സെഷൻസ് ആയിരുന്നു ഒരു ഫസ്റ്റ് ഹാഫിൽ കാണാനുണ്ടായിരുന്നത്. പിന്നീട് യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയതിനെ തുടർന്ന് യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് നല്ലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലും ഫോം ചെയ്തത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ആയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞൊരു സപ്പോർട്ട് സോണുകളെല്ലാം ഇന്നും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത് 11,180 റേഞ്ചുകളാണ്. അതുമാത്രമല്ല, ഒരു നല്ലൊരു സപ്പോർട്ടുകൾ 11,100 തുടർന്ന് 11,890 ഈ ഒരു റേഞ്ചുകളിൽ നല്ലൊരു സപ്പോർട്ടുകളും നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ പറഞ്ഞ ആ ഒരു റേഞ്ച് ബൗണ്ടറി സെഷൻ്റെ ലോവറിനെയൊക്കെ ബ്രേക്ക് ചെയ്താണെന്ന് പോയത്. നല്ലൊരു സപ്പോർട്ട് സോണുകൾ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 20,910 റേഞ്ചുകളിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. ഇനി ഇതിനുള്ള പ്രധാന കാരണങ്ങൾ, ഇന്നത്തെ ഒരു ഫോളുകൾക്കുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ കണ്ടീഷൻസ് തന്നെയാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിൽ വീണ്ടും കൊറോണയുടെ സെക്കൻഡ് വേവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതേ തുടർന്ന് അവർ വീണ്ടും റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ലോക്ക്ഡൗണൊക്കെ വീണ്ടും കുറച്ച് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നു എന്നൊരു മീഡിയ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പ്രധാന കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിലും ഇന്ത്യ ചൈന ബോർഡർ ടെൻഷൻസൊക്കെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾക്കിപ്പോൾ നല്ലൊരു ബിയേഴ്സ് മാർക്കറ്റാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നവരൊക്കെ ഈ ഒരു സമയത്ത് ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് അടുത്തൊരു ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം, അടുത്തൊരു അപ് ട്രെൻഡിലൊരു ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം ഒന്ന് നമ്മൾക്ക് ഇറങ്ങുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക, അടുത്ത മാർക്കറ്റിനെ ഒന്ന് കോഴ്സായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ അത് തുടർന്നായിരിക്കും പോകുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഫ്രൈഡേ ഒരു നെഗറ്റീവ് എൻഡിങ് ആയിരുന്നു നാസ്ഡാക്കിൽ. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാം 3% ഡിക്ലൈനാണ് എല്ലാ മാർക്കറ്റിലും കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റിലും ഒരു ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു റെഡിലാണ് കണ്ടുവരുന്നത്. SGX നിഫ്റ്റി 4 പോയിൻറ്റ്സ് ഡൗണിൽ ഇപ്പോൾ ട്രേഡ് ആകുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ഇന്നൊരു ഡിക്ലൈൻ കാണുന്നുണ്ട്. രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. 73.38 ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ FIIൻ്റെ ഭാഗത്തുനിന്ന് 539 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 518 കോടിക്ക് അടുത്തുള്ള ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഡിക്ലൈനാണ് വീണ്ടും കണ്ടുവരുന്നത്. FIIൻ്റെ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും എല്ലാം തന്നെ ഒരു നെഗറ്റീവിലാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും ഒരു ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റിയുടെ ട്രെൻഡ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് സ്റ്റോക്ക് അനാലിസിസിന് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ന് എല്ലാം തന്നെ ഒരു ഡിക്ലൈനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ പറയാൻ സാധിക്കത്തില്ല. എല്ലാം തന്നെ ഒരു ഡിക്ലൈൻ മോഡിൽ നിലനിന്നുള്ളത്. എന്നിരുന്നാലും കുറച്ച് സ്റ്റോക്കുകളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു റേഞ്ചുകളിൽ തന്നെ പിടിച്ചു നിന്നു എന്ന് വേണം കാണാൻ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു റേഞ്ചിൽ തന്നെ പവർ ഗ്രിഡ് ഇന്നും ട്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പവർ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് എൻട്രികളെക്കാട്ടിലും കൂടുതലായിട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും ഈ ഒരു മൂവ്മെൻറ്റൊക്കെ. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ശ്രദ്ധിക്കുകയാണെങ്കിലും ഒരു നല്ലൊരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കൺഫർമേഷനൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന്. ഏകദേശം ഒരു സ്പിന്നിങ് ടോപ്പ് പോലത്തെ ഒരു പാറ്റേൺ ആണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് സോണുകൾക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്താൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റിനല്ല, ഈ ഒരു പറയുന്ന സ്റ്റോക്കുകളെല്ലാം വരുന്ന ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു സപ്പോർട്ട് സോണുകൾ തന്നെ നിലനിൽക്കുന്നുള്ളത്. ഇതുവരെ സപ്പോർട്ട് സോണുകളിൽ നിന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ഇപ്പോൾ ഡിക്ലൈനിൽ പോയി. അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്റ്റോക്കുകൾ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകൾ സപ്പോർട്ട് സോണിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീറാം ട്രാൻസ്പോർട്ട്സ് നോക്കുകയാണെങ്കിലും ഇതും ഒരു സപ്പോർട്ട് സോണിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്ത് വെക്കുക, നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കണ്ടെത്താൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിലും ഇതിലും ഒരു സപ്പോർട്ട് സോണുകളിലാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ITസിൻ്റെ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും ആ ഒരു സപ്പോർട്ട് സോണിൽ നമ്മളൊരു ഹാമർ പാറ്റേൺ ഒക്കെ പറഞ്ഞു, അതിൽ നിന്നും വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ടായിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം തന്നെ, ഈ പറഞ്ഞതല്ല എല്ലാ സ്റ്റോക്കുകളും തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് പുതിയൊരു എൻട്രി കൊടുക്കുന്നതൊന്ന് ഹോൾഡ് ചെയ്യുന്നതാണ് സേഫ് ആയിട്ടുണ്ടാവുക. നമുക്കൊരു മാർക്കറ്റിൻ്റെ അടുത്തൊരു ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം മുമ്പോട്ട് പോവുക നിങ്ങളുടെ ഡിസിഷൻസുമായിട്ട്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പിക്ചർ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റും തന്നെ, എല്ലാ സെക്ടറുകളും തന്നെ ഇന്ന് ഒരു ഡൗണിലാണ് നിന്നത്. പ്രത്യേകിച്ചും നിഫ്റ്റി റിയാലിറ്റി, അതേ തുടർന്ന് നിഫ്റ്റി മെറ്റലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനിൽ പോയത്. IT ആയിരുന്നു പിന്നെയും കുറച്ച് പിടിച്ചു നിന്നു എന്ന് പറയാനായിട്ടുള്ളത്. അടുത്തതായിട്ട് റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഒരു ഓർഡർ വിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 474 കോടി വർത്ത് ചെയ്യുന്ന, 475 കോടിക്ക് അടുത്ത് വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ അവർ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ വർക്കായിട്ട് വിൻ ചെയ്തു എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് രാംകോ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവർ CHI ഏവിയേഷൻസുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ട്, ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അവർ രാംകോയിൻ്റെ ഏവിയേഷൻ സോഫ്റ്റ്വെയർ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇതിവർക്കും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. രാംകോ സിസ്റ്റം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പോസിറ്റീവിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ദിവസങ്ങളിലും സർക്യൂട്ടുകളിൽ ലോക്കാവുന്നു, നല്ലൊരു അപ് ട്രെൻഡുകൾ കണ്ടുവരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ റഡാറിലേക്ക് കൊണ്ടുവരിക. ഇനി സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിലേക്ക് സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏകദേശം 10,000 വീൽസിൻ്റെ ഓർഡറുകൾ US കാരവാൻ ട്രെയിലർ മാർക്കറ്റിൽ നിന്ന് വിൻ ചെയ്തിരിക്കുന്നു. ഏകദേശം $1,33,000 വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് HCL ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ DWS ലിമിറ്റഡിനെ അക്യൂർ ചെയ്യാൻ പോകുന്നു. ഓസ്ട്രേലിയയിലുള്ള ഒരു ലീഡിംഗ് IT ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരെ അക്വയർ ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓർഡറിൻ്റെ ഈ ഒരു അക്വിസിഷൻ്റെ വർത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം $1.2 ഓസ്ട്രേലിയൻ വർത്ത് ചെയ്യുന്ന ഡീലാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു അക്വിസിഷനെല്ലാം ഡിസംബർ 2020 കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അപ്ഡേറ്റുകളിൽ പറയുന്നു. അപ്പോൾ HCL ടെക്നോളജീസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ ഹൈകൾക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെയും അനലൈസ് ചെയ്യുക. അടുത്തതായിട്ട് ഫ്യൂച്ചർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വീണ്ടും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു പേയ്മെൻറ്റ് ഒരു ഡിഫോൾട്ട് വരുത്തി, അതേ തുടർന്ന് അങ്ങനെ ന്യൂസ് വന്നതിനെ തുടർന്ന് ഈ സ്റ്റോക്ക് നല്ലൊരു ഡൗൺ ട്രെൻഡിൽ പോയി ലോവർ സർക്യൂട്ടിലാണ് ഇന്ന് എൻഡായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ സ്റ്റോക്കുകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് സേഫ് ആയിട്ടുണ്ടാകും. കാരണം കുറേ ദിവസങ്ങളായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറേ പേയ്മെൻറ്റ് ഡിഫോൾട്ടിൻ്റെയും അതുപോലെ തന്നെ ഇങ്ങനെ കുറേ നെഗറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. അടുത്തായിട്ട് Essel പ്രൊപ്പാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രൊമോട്ടർ അവർ ഏകദേശം 7.26 കോടി ഷെയർസ് സെൽ ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 23% ആണ് സെയിൽ ചെയ്തതെന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. കുറേ മ്യൂച്വൽ ഫണ്ട് ഗ്രൂപ്പുകളെല്ലാം ഈ ഒരു ഓർഡറുകൾ, ഈ ഒരു സ്റ്റോക്കുകളെല്ലാം അക്വയർ ചെയ്തു എന്നും അപ്ഡേറ്റുകളിൽ പറയുന്നു. അതിലേറ്റവും കൂടുതൽ ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് അക്വയർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 കോടി ഷെയർസ് വാങ്ങി എന്നും അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇന്ന് 2 IPOകൾ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, കെംകോണിൻ്റെയും അതുപോലെ തന്നെ ക്യാംസിൻ്റെയും. കെംകോണിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ പ്രകാരം ടോട്ടൽ സബ്സ്ക്രിപ്ഷനിൽ 5.2 മടങ്ങ് ആണ് സബ്സ്ക്രിപ്ഷൻ നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല റീറ്റെയിൽ പോർഷൻ നോക്കുകയാണെങ്കിൽ 10 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് നടന്നിരിക്കുന്നത്. നല്ലൊരു റെസ്പോൺസാണ് ഈ ഒരു IPOയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യുക. IPO കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി കുറവാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പോസിബിലിറ്റി ഈ ഒരു IPOയിൽ കാണാൻ നമുക്ക് സാധിക്കും. അടുത്തായിട്ട് ക്യാംസിനെ സംബന്ധിച്ചിടത്തോളം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ പ്രകാരം ഏകദേശം 82% സബ്സ്ക്രിപ്ഷനാണ് ഡേ 1 നടന്നിരിക്കുന്നത്. റീറ്റെയിൽ കാറ്റഗറിയിൽ ഫുൾ ബുക്കിംഗ് നടന്നു എന്നും അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നാളെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ IPOയും വരാൻ പോവുകയാണ്. അപ്പോൾ അനലിസ്റ്റുകളുടെ എല്ലാം ഒരു ഒപ്പീനിയൻസ് നോക്കുകയാണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ഇവിടുത്തെ ഒരു ആൾക്കാരുടെയൊക്കെ റെസ്പോൺസ് ഒന്ന് കണ്ടതിന് ശേഷം ഒരു എൻട്രി നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു റെസ്പോൺസ് കണ്ടതിന് ശേഷമുള്ളൊരു എൻട്രി ആയിരിക്കും സേഫ് എന്ന് തോന്നുന്നു. കാരണം ഒരു മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അവരുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിലും മിക്സഡ് ആയിട്ടാണ് കാണുന്നത്. ഗ്രേ മാർക്കറ്റിലും അത്ര നല്ലൊരു പ്രീമിയം ഇവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് റെസ്പോൺസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ട്രൈ ചെയ്യുന്നതാണ് നന്നായിട്ടുണ്ടാവുക. ഇനി റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു ഷെയർ ബൈബാക്ക് അനൗൺസ് ചെയ്തു. ഏകദേശം 257 കോടി വർത്ത് ചെയ്യുന്ന ഷെയറുകൾ ബൈബാക്ക് ചെയ്യാനായിട്ട്. ബൈബാക്ക് പ്രൈസായിട്ട് 265 രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഡേറ്റ് ഈ ഒരു റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് സെപ്റ്റംബർ 30 ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി റൗട്ട് മൊബൈൽസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവർ മാർക്കറ്റിൽ ലിസ്റ്റായി. നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായിരുന്നു ഇവർക്ക്. ഏകദേശം 110% പ്രീമിയത്തിലാണ് ഇന്ന് ലിസ്റ്റായത്. 350 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. 733.95 ഇന്ന് ലിസ്റ്റായത്. അപ്പോൾ ഈ ഒരു IPO അപ്ലൈ ചെയ്ത് കിട്ടിയവരുണ്ടെങ്കിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയും പുതിയ IPO ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളവർ ക്യാംസിൻ്റെയും അതുപോലെ തന്നെ കെംകോണിൻ്റെ IPOകൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ കുറച്ചൊരു ബിയറിഷ് മൂഡിലാണ് നിലനിൽക്കുന്നത്. ബിയറിഷിന് ഫേവറബിൾ ആയിട്ടാണ് നിലനിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എൻട്രികളെല്ലാം ഒന്ന് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫീലിംഗ് കിട്ടിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഫീലിംഗ് കിട്ടിയതിന് ശേഷം എൻട്രികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.